ഇന്ന് വൈകുന്നേരത്തേക്ക് മസാല ദോശ ഉണ്ടാക്കാൻ ഓർത്തിട്ടാണ്. അപ്പോൾ അതേ കിഴങ്ങും ക്യാരറ്റും കൂടെ ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേകുമ്പോഴേക്കും നമുക്ക് സവോളയും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാവേ. അപ്പം ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും ഉഴുന്നും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തേ. അങ്ങനെ ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് ഒരു 1.5 മുറി സവോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ സവോളയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വഴറ്റി കൊടുത്തത്. കഷ്ണങ്ങൾ ഇട്ടപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ ആ വേവാനുള്ള ചെറിയൊരു രീതിയിലുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടാണ് ഞാൻ വഴറ്റിയത്. അങ്ങനെ സവോള ഞാൻ ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ടും കൂടെ വേവിച്ചെടുത്തു കേട്ടോ. കാരണം സവോള അങ്ങനെ ഒത്തിരി വഴണ്ട് പോകണ്ട, നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം സവോള കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കഷ്ണങ്ങൾ എടുത്തൊന്ന് ഉടച്ച് വെച്ചേ. പിന്നെ നമ്മുടെ സവോളയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തേ. അങ്ങനെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പം ഉടച്ച് വെച്ചേക്കുന്ന കിഴങ്ങും ക്യാരറ്റും കൂടെ ഞാൻ നമ്മുടെ സവോളയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്തേ. ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം പാകത്തിന് ഉപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇച്ചിരി കുറഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തേ. അങ്ങനെ ഇളക്കി നമ്മുടെ മസാല സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ ദോശ ചുടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി നെയ്യൊക്കെ ഒഴിച്ചാണ് ദോശ ഇത്തവണ ചുട്ടെടുത്തത്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് അതിനകത്തേക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ സെറ്റാക്കി എടുത്തേ. അപ്പം ഏട്ടന് വേണ്ടിയിട്ടൊരു മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊരു ദോശ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. സാധാരണ മുളക് പൊടിയല്ല, നമ്മുടെ ചമ്മന്തിപ്പൊടിയാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പം ചമ്മന്തിപ്പൊടി ഇവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മുളക് പൊടി ഇച്ചിരി ഉപ്പും കൂടെ ഒന്നിച്ചൊക്കെ ഇട്ട് അങ്ങനെ കൂടെ ഇട്ട് ദോശ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കുകയും ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാവേ. ബൈ.